Hello friends, welcome to my channel. അപ്പോൾ നമ്മൾ 9ാം ക്ലാസ്സിന്റെ 4ാമത്തെ ക്ലാസ്സിൽ എത്തിയിരിക്കുകയാണല്ലേ. ഇന്ന് നമുക്ക് ബയോളജി ആയിരുന്നു. ഫസ്റ്റത്തെ ക്ലാസ് സാമൂഹ്യശാസ്ത്രം ആയിരുന്നു. അപ്പോൾ അതിലെ പ്രധാനപ്പെട്ട നോട്ട്സ് ഒക്കെ എഴുതാനുള്ള വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ആ വീഡിയോസ് ആരെങ്കിലും കാണാത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണാം. അപ്പം ഇന്നലത്തെ 2 വീഡിയോസും ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ എല്ലാ വീഡിയോസും ഡെയിലി അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തിരി കുറേ ക്ലാസ്സുകാർ ഇടുന്നതുകൊണ്ടാണ് ഇത്തിരി ലേറ്റ് ആവുന്നത്. അപ്പോൾ എല്ലാവരും സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ ബയോളജി ജീവശാസ്ത്രത്തിൽ നമ്മൾ 8ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ റിവൈൻഡ് ചെയ്യാണ് ചെയ്തിരുന്നത് അല്ലേ. അപ്പോൾ ഇന്ന് എഴുതാനുള്ള നോട്ട്സ് ഒക്കെ ഞാൻ തരാം. വേഗം നോട്ട്ബുക്ക് ഒക്കെ എടുത്തു ബയോളജി അല്ലെങ്കിൽ ജീവശാസ്ത്രം എന്ന് ഹെഡിങ് ഒക്കെ കൊടുത്ത് വെച്ചോളൂ. ഓക്കെ, ഫസ്റ്റ് നമ്മൾ കോശം സെല്ലിനെ കുറിച്ച് സാറ് നല്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നു. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എഴുതാനുള്ളത് സെല്ല് കോശം തന്നെയാണ്. അത് നമുക്ക് എഴുതാം കേട്ടോ. ഞാൻ ലാസ്റ്റിലൊക്കെ പറഞ്ഞു തരാം. അതിനുശേഷം ടിഷ്യൂ കലകളെ പരിചയപ്പെട്ടു. ദെൻ ജന്തുകോശവും സസ്യകോശവും ഇത് ഓൾറെഡി നമ്മൾ പഠിച്ചാണ്. അതിനെപ്പറ്റി ജസ്റ്റ് പറഞ്ഞു പോയെന്നുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് എഴുതിയെടുക്കണം. നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് തന്നെ ഉണ്ടല്ലേ. കഴിഞ്ഞ 8ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യമാണ്. അപ്പൊ എഴുതിയെടുക്കണം എന്നുണ്ടെങ്കിൽ എഴുതിയെടുക്കാം. നമ്മൾ പഠന മികവ് രേഖയിലും കംപ്ലീറ്റ് ചെയ്തതാണ്. ഓക്കെ, ജന്തുകോശം സസ്യകോശം പിന്നെ മർമ്മം ന്യൂക്ലിയസ് എന്താണെന്ന് പറഞ്ഞു. ആൻഡ് ക്രോമാറ്റിൻ റെറ്റിക്കുലം ക്രോമാറ്റിൻ എന്താന്ന് പറഞ്ഞു. ക്രോമസോം അല്ലെ, ക്രോമസോം എന്താന്ന് പറഞ്ഞു. അതിലെ ജീൻ ക്രോമസോമിലെ ജീൻ എന്താന്ന് പറഞ്ഞു. ജനിതക വസ്തു ജനറ്റിക് മെറ്റീരിയൽ എന്നാൽ എന്താണെന്ന് പറഞ്ഞു. DNA എന്താണെന്ന് പറഞ്ഞു. ഹീമോഗ്ലോബിനെ പറ്റി പറഞ്ഞു. ആൻഡ് ക്രോമസോം നമ്മുടെ ക്രോമസോം സംഖ്യ എത്രയാണ്? 46. ഓരോ ജീവികളിലും അത് വ്യത്യാസപ്പെട്ടിരിക്കും അല്ലെ. ഓക്കെ, അങ്ങനത്തെ 23 ജോഡികളാണ് ഓരോ ജോഡി. അങ്ങനെ 23 ജോഡികളിലും കൂടി 46 ക്രോമസോംസ് ആണ് നമുക്കുള്ളത്. രാസാഗ്നി എൻസൈംസിനെ പറ്റി പറഞ്ഞു. ഏകകോശ ജീവികൾ എന്താണ് ഏകകോശ ജീവികൾ? അത് ഒരു കോശം മാത്രം ഉള്ള അല്ലേ, യൂണിസെല്ലുലാർ ഓർഗാനിസംസ്. അതിൽ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഏകകോശ ജീവികൾ തന്നെയാണ് യൂണിസെല്ലുലാർ. അപ്പൊ എല്ലാ പ്രോകാരിയോട്സും എന്താണ് ഏകകോശ ജീവികളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഓരോന്ന് നോക്കാം. സെല്ല്. അപ്പൊ നിങ്ങൾ എഴുതിയെടുക്കാൻ റെഡി അല്ലേ? സെൽ എന്ന ഹെഡിങ് കൊടുത്തോളൂ. ദ സെൽ ഈസ് ദ ഞാൻ വായിക്കുന്ന ഭാഗം മാത്രം എഴുതിയാൽ മതി കേട്ടോ. The cell is the basic structural, functional and biological unit of all non-organisms. Cells are the smallest units of life and hence are often referred to as the building blocks of life. The study of cells is called cell biology, cellular biology or cytology. കോശം എന്ന് ഹെഡിങ് കൊടുത്തോളൂ. ഘടനാപരമായും ധർമ്മപരമായും ജീവന്റെ അടിസ്ഥാന ഘടകമാണ് കോശം. ഒരു ജീവിയുടെ ജീവനുള്ള ഏറ്റവും ചെറുതും സ്വയം വിഭജനശേഷി കാണിക്കുന്നതുമായ അസ്തിത്വമാണ് കോശം. ജീവന്റെ നിർമ്മാണ ഘടകങ്ങൾ എന്ന് ഇവ വിശേഷിപ്പിക്കപ്പെടുന്നു. കോശത്തെക്കുറിച്ചുള്ള പഠനം സെൽ ബയോളജി അഥവാ കോശവിജ്ഞാനീയം അഥവാ സൈറ്റോളജി എന്നറിയപ്പെടുന്നു. ഓക്കെ, അടുത്തത് ടിഷ്യൂ ആണ്. ടിഷ്യൂസ് ആർ ഗ്രൂപ്സ് ഓഫ് സെൽസ് that have a similar structure and act together to perform a specific function. The word tissue comes from a form of an old French verb meaning to weave. There are 4 different types of tissues in animals: connective, muscles, nervous and epithelial. ഒരേ ഇനം ഘടനയും ഒരേ പൂർവിക കോശത്തിൽ നിന്നും രൂപം കൊണ്ടതുമായ കോശ സമൂഹമാണ് കലകൾ. കലകളെ കുറിച്ചുള്ള പഠനം ഹിസ്റ്റോളജി എന്ന് അറിയപ്പെടുന്നു. സസ്യങ്ങളിലും ജന്തുക്കളിലും വിവിധ തരത്തിലുള്ള കലകൾ കാണപ്പെടുന്നു. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ന്യൂക്ലിയസ് ആണ് അല്ലെ, നമ്മുടെ മർമ്മം. അപ്പൊ ന്യൂക്ലിയസ് എന്ന് വേഗം ഹെഡിങ് കൊടുത്തോളൂ. ദ ന്യൂക്ലിയസ് ഈസ് എ മെംബ്രെയിൻ bound organelle that contains genetic material of eukaryotic organisms. As such, it serves to maintain the integrity of the cell by facilitating transcription and replication processes. It's the largest organelle. എന്താണ് largest organelle ആട്ടോ, വലിയൊരു അവയവമാണ്. Largest organelle inside the cell, കോശത്തിനുള്ളിലെ വലിയത്. Taking up about 1/10 of the entire cell volume.
യൂക്കാരിയോട്ടിക് ജീവികളുടെ ജനിതക വസ്തുക്കൾ അടങ്ങിയിരിക്കുന്ന മെംബ്രെയിൻ ബന്ധിത അവയവമാണ് ന്യൂക്ലിയസ്. അതുപോലെ ട്രാൻസ്ക്രിപ്ഷൻ, റെപ്ലിക്കേഷൻ പ്രക്രിയകൾ സുഗമമാക്കുന്നതിലൂടെ സെല്ലിന്റെ സമഗ്രത നിലനിർത്താൻ ഇത് സഹായിക്കുന്നു. ഓക്കെ, അപ്പോ യൂക്കാരിയോട്ടിക് ജീവികളുടെ എന്ന് പറയുന്നുണ്ട് അല്ലെ. അപ്പൊ പ്രോകാരിയോട്ടുകൾക്ക് എന്തുണ്ടാവില്ല? മർമ്മം ഉണ്ടായിരിക്കില്ല. അതും കൂടി ഒന്ന് ഓർത്ത് വെക്കുക. ആൻഡ് നോക്കാം, അടുത്തത് ക്രൊമാറ്റിൻ ആണ്. ക്രൊമാറ്റിൻ റെറ്റിക്കുലം നമ്മൾ പറഞ്ഞിട്ടില്ലേ. ഓക്കെ, ക്രൊമാറ്റിൻ ഈസ് എ കോംപ്ലക്സ് ഓഫ് DNA, protein and RNA found in eukaryotic cells. Its primary function is packaging long DNA molecules into more compact, denser structures. This prevents the strands from becoming tangled and also plays important roles in reinforcing the DNA during cell division. യൂക്കാരിയോട്ടിക് സെൽ ഡിവിഷൻ സമയത്ത് ക്രോമസോമുകൾ രൂപപ്പെടുന്നതിന് DNA-യും പ്രോട്ടീനുകളും ചേർന്ന ജനിതക വസ്തുക്കളുടെ ഒരു കൂട്ടമാണ് ക്രൊമാറ്റിൻ. നമ്മുടെ കോശങ്ങളുടെ ന്യൂക്ലിയസിലാണ് ക്രൊമാറ്റിൻ സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മളിങ്ങനെ ഓരോന്നായിട്ടാ പറഞ്ഞു വരുന്നത്. ആദ്യം നമ്മൾ എന്ത് പറഞ്ഞു? കോശം പറഞ്ഞു. ഈ കോശങ്ങളൊക്കെ കൂടി ചേർന്നതാണ് കലകൾ അല്ലെ. സെല്ല് പറഞ്ഞു, സെൽസ് കൂടി ചേർന്നതാണ് ടിഷ്യൂസ് എന്ന് പറയുന്നത്. ആൻഡ് അതിൽ നമ്മൾ മർമ്മത്തെ പറ്റി പറഞ്ഞു, ന്യൂക്ലിയസിനെ പറ്റി പറഞ്ഞു, ന്യൂക്ലിയസിലുള്ള ക്രൊമാറ്റിൻ എത്തി അല്ലെ. ഇനി ക്രൊമാറ്റിൻ ബാക്കി എന്താണ്? ക്രോമസോമിനെ പറ്റി പറയണം. ഓക്കെ, അപ്പൊ ക്രോമസോം നോക്കാം. A chromosome is a long DNA molecule with part or all of the genetic material of an organism. Most eukaryotic chromosomes include packaging proteins called histones, which aided by chaperone proteins bind to and condense the DNA molecule to maintain its integrity. Okay, അപ്പൊ മലയാളം കൂടി പറഞ്ഞ മറ്റൊരു കാര്യം കൂടി പറഞ്ഞുതരാം. ക്രോമസോം ആണ് കേട്ടോ. എല്ലാ ജീവജാലങ്ങളുടെയും ശരീരകോശങ്ങളിലെ ജീവൽ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന DNA ഉൾപ്പെട്ടിരിക്കുന്ന ന്യൂക്ലിയോ പ്രോട്ടീൻ തന്മാത്രാ സങ്കലനമാണ് ക്രോമസോമുകൾ. ഇവയുടെ ഇഴപിരിയലും വേർപെടലും കോശവിഭജനത്തിന് അത്യന്താപേക്ഷിതമാണ്. ഓക്കെ, അപ്പൊ ഞാൻ പറയാൻ വന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾ പറഞ്ഞ മർമ്മമില്ലാത്ത ജീവികളുണ്ട്. അപ്പോ ഈ യൂക്കാരിയോട്സിലാണ് എന്തുള്ളത്? മർമ്മം ഉള്ളത്. അപ്പൊ ഈ മർമ്മത്തിലുള്ള കാര്യങ്ങളെ പറ്റിയിട്ടാണ് നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഈ ക്രോമാറ്റിനും ക്രോമസോമും ഒക്കെ. അപ്പൊ അതൊക്കെ എന്ത്? മർമ്മമില്ലാത്ത ജീവികൾക്ക് അതൊന്നും ബാധകമല്ല. അപ്പൊ ആ കാര്യം ഒന്ന് ഇതിന്റെ കൂടെ തന്നെ ഓർമ്മിച്ച് പോവാ, അത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. അടുത്തത് ജീൻ ആണ്. എന്താണ് ജീൻ എന്ന് നോക്കാം. A gene is the basic physical and functional unit of heredity. Genes are made up of DNA. Some genes act as instructions to make molecules called proteins. However, many genes do not code for proteins. In human, genes vary in size from a few hundred DNA bases to more than 2 million bases. ഒരു ജീവിയിലെ പാരമ്പര്യ സ്വഭാവങ്ങളുടെ വാഹക തന്മാത്രകളാണ് ജീനുകൾ. ന്യൂക്ലികാമ്ലങ്ങളായ DNA-യുടെയോ RNA-യുടെയോ ഘടനയിൽ ഉൾക്കൊള്ളപ്പെട്ടിരിക്കുകയും അവയിലെ ചില നിയന്ത്രിത ഭാഗങ്ങളുടെയോ ട്രാൻസ്ക്രൈബ്ഡ് ഭാഗങ്ങളുടെയോ മറ്റ് ധർമ്മപരശ്രേണികളുടെയോ ഒപ്പം ചേർന്ന് ഒരു മാംസ്യ തന്മാത്രയുടെയോ RNA ശൃംഖലയുടെയോ നിർമ്മാണത്തിന് കാരണമാകുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പൊ നമ്മളെ ഈ ഒരു പാരമ്പര്യം അല്ലെ, നമ്മൾ പറയാറുണ്ട് അച്ഛനെ പോലെ തന്നെയാണ് അല്ലെ അമ്മയെ പോലെ തന്നെയാണ്. അപ്പൊ അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? അവരുടെ ജീനുകൾ കാരണമാണ്. ആ ഒരു ജീനുകൾ നമ്മളിലേക്കും എത്തിച്ചേരുന്നത് കൊണ്ടാണ്. അപ്പൊ നമ്മുടെ സ്വഭാവം അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആരെ ആശ്രയിച്ചിരിക്കും? നമ്മളെ ജീനുകളെ ആശ്രയിച്ചിരിക്കും. അപ്പൊ നിങ്ങൾ കുരുത്തക്കേടൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് അച്ഛനോടും അമ്മയോടൊക്കെ ചോദിച്ചു നോക്കണം അല്ലെ, അമ്മയും അച്ഛനൊക്കെ ചെറുപ്പത്തിൽ ഇങ്ങനെ ആയിരുന്നോ? നിങ്ങളെ ജീൻ തന്നെ ആയിരിക്കുന്നു. ഓക്കെ, ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. അത് നമുക്ക് അടുത്തതിലേക്ക് പോകാം. അപ്പൊ നമ്മൾ കുറെ നേരമായി DNA, RNA എന്നൊക്കെ കേൾക്കുന്നു. അപ്പൊ എന്താണ് ഇനി? ഓക്കെ, DNA-യിലേക്ക് പോകുന്നതിന് മുമ്പ് ജനറ്റിക് മെറ്റീരിയലിനെ പറ്റി പറയണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നോക്കാം. ജനറ്റിക് മെറ്റീരിയൽ of a cell or an organism refers to those materials found in the nucleus. Nucleusൽ കാണപ്പെടുന്ന മെറ്റീരിയൽസ് ആണ് ജനറ്റിക് മെറ്റീരിയൽസ്. Mitochondria and cytoplasm, which play a fundamental role in determining the structure and nature of cell substances and
and capable of self-propagating and variation. ഒരു കോശത്തിന്റെയോ ഒരു ജീവിയുടെയോ ജനിതക ഘടകം എന്നാൽ ന്യൂക്ലിയസ്, മൈറ്റോകോൺട്രിയ, സൈറ്റോപ്ലാസം എന്നിവയിൽ കാണപ്പെടുന്ന വസ്തുക്കളെയാണ് സൂചിപ്പിക്കുന്നത്. ഇത് കോശപദാർത്ഥങ്ങളുടെ ഘടനയും സ്വഭാവവും നിർണ്ണയിക്കുന്നതിൽ അടിസ്ഥാനപരമായ പങ്ക് വഹിക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ DNA-യിലേക്കാണ് വരുന്നത്. DNA is the chemical name for the molecule that carries genetic instructions in all living things. The DNA molecule consists of two strands that wind around one another to form a shape known as a double helix. Each strand has a backbone made of alternative sugar, deoxyribose and phosphate groups. എന്താ DNA-യുടെ ഫുൾ ഫോം? deoxyribonucleic acid. ഓക്കെ, അതിന്റെ ഷേപ്പ് എന്താണ്? ഡബിൾ ഹെലിക്സ്. ഇത് രണ്ടും മറക്കരുത്. deoxyribonucleic acid അതായത് DNA. ജനിതക വിവരങ്ങൾ ദീർഘകാലത്തേക്ക് സൂക്ഷിക്കുക എന്നതാണ് DNA-യുടെ പ്രധാന ദൗത്യം. ഇവ രണ്ടു തരമുണ്ട്, deoxyribonucleic acidഉം ribonucleic acidഉം. ചുറ്റുഗോവണിയുടെ രൂപമാണ് deoxyribonucleic acidന്. Okay, and the last one is enzyme. എന്താണ് enzyme? An enzyme is a type of protein found within a cell. Enzymes create chemical reaction in the body. They actually speed up the rate of a chemical reaction to help support life. ജീവികളുടെ ശരീരത്തിലുള്ള ഉൾപ്രേരകങ്ങളെയാണ് രാസാഗ്നികൾ എന്ന് പറയുന്നത്. രാസപ്രവർത്തനങ്ങളിൽ അവയുടെ വേഗത കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുകയും രാസമാറ്റത്തിന് വിധേയമാവാതിരിക്കുകയും ചെയ്യുന്ന രാസവസ്തുക്കളെയാണ് ഉൾപ്രേരകങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മളെ പ്രവർത്തനങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് അറിയിക്കുക. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആൻസേഴ്സ് ഒക്കെ കളക്ട് ചെയ്ത് വരുന്നത്. തീർച്ചയായിട്ടും നോട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് കൂടെ തന്നെ വേണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തെടുക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് വീഡിയോ.